ഹേ ഗായ്സ്, എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് ഉണ്ടായതെന്ന് അറിയാമോ? അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ഈ ബിഗ് ബാങ് തിയറി പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ പ്രപഞ്ചം ആദ്യം എന്ന് വെച്ചാൽ വളരെ വളരെ ഒരു ആറ്റത്തിനെ പോലെ ചെറുതായിട്ടുള്ള ഒരു സിംഗുലാരിറ്റി ആയിട്ടാണ് നിലനിന്നിരുന്നതെന്നാണ് പറയുന്നത്. അതിന് ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും ടെമ്പറേച്ചറും ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും ഡെൻസിറ്റിയും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സംഭവങ്ങളും കൂടെ ഒരു പോയിന്റിൽ ഇങ്ങനെ ചേർന്നിരുന്ന എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ചൂടും അത്രയ്ക്ക് ഡെൻസിറ്റി ഉള്ളൊരു സംഭവമായിരുന്നു. ഒരു സിംഗുലാരിറ്റി ആയിട്ടാണ് യൂണിവേഴ്സ് നിലനിന്നിരുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതങ്ങ് സ്ഫോടനം നടന്നു, പെട്ടെന്ന് ഇതങ്ങ് പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. 13.8 ബില്യൺ ഇയേഴ്സ് എക്കോ, 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചെന്ന് പറയുന്നത്. അതിനുശേഷം ഈ നമ്മുടെ പ്രപഞ്ചം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്ന ബിഗ് ബാങ് തിയറി പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ടായി? ഇങ്ങനെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ചു. അതിങ്ങനെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവാൻ തുടങ്ങി. ചെറിയ ചെറിയ കണങ്ങളൊക്കെ ചേർന്ന് വലിയ വലിയ കണങ്ങളായി മാറി. പിന്നെന്താണ്, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഒരു വലിയ ഒബ്ജക്റ്റിന് ചുറ്റും കിടന്ന് കറങ്ങാൻ തുടങ്ങി. പുകയും പൊടിയും എല്ലാം കൂടെ ചേർന്ന് ഒരു ക്ലൗഡ് പോലെയൊക്കെ ഉണ്ടായി. പിന്നെ ഈ ക്ലൗഡിലും ചില സംഭവങ്ങളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും, അതിൻ്റെ അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ആ അട്രാക്ഷൻ കാരണം അത് പിന്നെ അത് ഓരോരോ രൂപങ്ങൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ പ്ലാനറ്റ്സും നമ്മുടെ ഒരു സെൻറ്റർ സ്റ്റാറും അതിന് ചുറ്റും ഒരു പ്ലാനറ്റ്സ് കറങ്ങുന്നതും ഒക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ കാണുന്ന പല സെലസ്റ്റിയൽ ബോഡീസും ഉണ്ടായിട്ടുള്ളത്. താങ്ക് യു.